ഹായ് ഡിയർ ഫ്രണ്ട്സ്, സൈഡ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടൊരു ബോളാണ്. ചിക്കൻ ബോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇങ്ങനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. കളറൊന്നും മാറൊന്നും വേണ്ട. ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടണം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് ബ്രൗൺ കളർ ആവണമെന്നില്ല. അതാ ഒന്ന് ഇങ്ങനെ കളറൊക്കെ മാറി വരില്ലേ, ഉള്ളിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് അത്ര തന്നെ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ഈ ചിക്കൻ നമുക്കൊന്ന് മിക്സിയിൽ നിന്ന് ജാറിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മളൊരു പേസ്റ്റ് പോലെ ആക്കൂലേ, അതുപോലെ. അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ഇത് തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്. കുരുമുളക് പൊടിയാണെങ്കിൽ അതായാലും മതി, ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഒറിഗാനോ എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വളരെ കുറച്ച് മതി ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ട്, കറിവേപ്പിലല്ല മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ തണുത്തിട്ടുണ്ട്. ആ ഉള്ളിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് നമുക്ക് എല്ലാം കൂടി ആ ചിക്കനിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്പൂൺ ഇട്ടാൽ അത് ശരിയാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി വിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളിത് കുഴയ്ക്കുമ്പോൾ ലൂസായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇത് നമ്മൾക്ക് കുറച്ച് നന്നായിട്ടൊരു ലൂസാകുന്ന പരുവമായിട്ട് ഉണ്ടാവുക. അത് നമ്മളൊന്ന് കുറച്ച് ബ്രെഡ് പൊടിച്ചിട്ട് ഒരു 3-4 ബ്രെഡ് പൊടിച്ചെടുത്ത് വെക്കുക. ആ പൊടിയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു മുളക് കുറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ചും കൂടി നേരത്തെ നമ്മൾ ഒരു 1/4 ടീസ്പൂണും കൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നുകൂടി മിക്സ് ചെയ്യുക. കാരണം ഈ മുളകെല്ലാം പൊടിയൊന്നും നമ്മൾ വറുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞങ്ങൾ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചത്, ഇത് ഫ്രഷ് ബ്രെഡാണ്, ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബ്രെഡ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ. അതായത് ഈ സാധനം നന്നായിട്ട് ഹാർഡായി പോകരുത്, പകരം സോഫ്റ്റ് ആയിരിക്കണം. എന്നാൽ നമ്മൾ ഉരുട്ടിയെടുക്കാനും പറ്റണം. ഒരുപാടങ്ങ് ഹാർഡായി പോയി ഇതിൻ്റെ ടേസ്റ്റ് എൻ്റെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ എല്ലാവരും എത്തിക്കോട്ടെ. നേരത്തെ ഇട്ട ഉപ്പ് അത്ര പോരാൻ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഉരുട്ടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല, നല്ല സോഫ്റ്റ് പോലെ ഇല്ലേ, കണ്ട ഈ സോഫ്റ്റ്. ഇത് അധികം അങ്ങ് ഹാർഡായി പോകണ്ട. ഹാർഡായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് അല്ല വരിക. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ബോളാക്കി എടുത്തിട്ട് വരാം. ഞാൻ അതുപോലെ എല്ലാം ഒന്ന് ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മുട്ട ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് പാൽ ഒഴിക്കണത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല, 2 മുട്ട എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതിപ്പിച്ച് വെക്കുക. ഇതിനകത്ത് വേറെ മസാലകളൊന്നും വേണമെന്നില്ല. അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമ്മുടെ ആ ഒരു ബോൾസ് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായില്ലേ, അതിലേക്ക് ഈ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ബോൾസും ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ അതായത് ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അതേപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ എണ്ണ കാണുമ്പോൾ എണ്ണ ചൂടായില്ലല്ലോ എന്ന് വിചാരിക്കും. എണ്ണ മീഡിയം ചൂടിൽ മാത്രമേ നമ്മളിത് ഇടാൻ പാടുള്ളൂ. കാരണം ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കൻ വെന്തതല്ല. അപ്പോൾ ചിക്കൻ നമുക്ക് ഈ എണ്ണയിൽ കിടന്നിട്ട് വേവണം. അപ്പം തീ വളരെ കുറച്ച് വെച്ചിട്ട്
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മെല്ലെ മെല്ലെ വേണം ഇതിനകത്ത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ കുടിക്കുന്നുള്ള പേടി ഒട്ടും വേണ്ട, ഒരു തുള്ളി പോലും ഇത് എണ്ണ കുടിക്കില്ല. അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും ഞാൻ അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഉണ്ട്, ചിക്കനൊക്കെ പാകത്തന്നെ വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.